എടുക്കുമ്പോൾ പ്രോബിലിറ്റി എടുക്കട്ടോ. ഓക്കെ. പ്രോബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? മറ്റേ എന്തായാലും പറ്റില്ല. അതായത് ചാൻസ് മാത്തമാറ്റിക്കൽ ചാൻസ്. സാധ്യത. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? നമ്മുടെ മറ്റേ കോയിന് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെഡാണോ ടെയിലാണോ എന്ന് വരാനുള്ള ചാൻസ്. പിന്നെ മറ്റേ ഡൈസെല്ലാം ഇതെന്തിനു ഉപയോഗിക്കുക? ഈ ആ ചാപ്റ്ററിൽ അങ്ങനെ പഠിക്കുന്നതേ ഉള്ളൂ. ഇത് കുറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, വെതർ ഫോർകാസ്റ്റിംഗ് ഇല്ലേ, നമുക്ക് വെതർ പ്രെഡിക്റ്റ് ചെയ്യാം. നമുക്ക് വെതർ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ചാൻസസ് പറയാൻ പറ്റും, മഴ പെയ്യോ പെയ്യാതിരിക്കാം അങ്ങനത്തെ. പിന്നെ കമ്പനീന്റെ ഫിനാൻഷ്യലോ പ്രഡിക്ഷൻ നടത്താം, ഫ്യൂച്ചർ അങ്ങനത്തെ സംഭവം. ഇതിനാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി പി ഓഫ് അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് സാമ്പിൾ സ്പേസ് എന്താണെന്നറിയോ? മറ്റേ ടോട്ടൽ നമ്പർ എഴുതുന്ന സ്ഥാനത്തിനാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഓക്കെ, സാമ്പിൾ സ്പേസ് ഇതെല്ലാം മനസ്സിലാക്കണം. സാമ്പിൾ സ്പേസ്. പിന്നെ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കഴിഞ്ഞാല് ഒരു ഇവന്റ് നടന്നു, ഇപ്പൊ പി ഓഫ് എ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാം, പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, ഈ വേർഡും ടെർമിനോളജീസ് എല്ലാം മനസ്സിലാക്കണം. നമുക്ക് ഒരു ഉദാഹരണം ഇതാണ്. ഇത് എഴുതിയാ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അടുത്ത ഒരു എക്സാമ്പിൾ ആണ്. A coin toss. What is the probability of getting? What is the probability of getting tail? ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാല് ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് ചാൻസസ് എത്ര? നമ്മളിപ്പോ എന്താക്കണം? സാമ്പിൾ സ്പേസ് ഫസ്റ്റ് ചെയ്യണം. ഹെഡ് ടെയില് പിന്നെ ടെയില് ഹെഡ്. അതെങ്ങനെയാ? ഒരു കോയിനല്ലേ ടോസ് ചെയ്യുന്നുള്ളൂ. ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ഔട്ട്കംസ് വരും. ഓക്കെ, ഒരു ഹെഡോ അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ? അങ്ങനെ എഴുതും, അല്ലെങ്കിൽ പി ഓഫ് ടി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഏതും വരും കേട്ടാ. പ്രോബബിലിറ്റി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഈ സെയിം ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ ഗെറ്റിംഗ് ടെയിൽ. ഓക്കെ,
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര? നമ്മുടെ ഇക്വേഷൻ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ എത്ര ഉണ്ട് ഇവിടെ? 2. ഇടയിൽ 2. മുകളിൽ ടൈൽ എത്ര ഉള്ളത്? 1. അപ്പൊ പ്രോബിലിറ്റി എത്ര? 1/2. 1/2. അതായത് 0.5. അതായത് 50%. അതായത് ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 50% ടൈല കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. അതായത് 50%. ഒരു കോയിന് ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 50%. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോയിൻ ടോസ് ട്വൈസ്. What is the probability of getting both head? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what is the probability of getting at least ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്നല്ലേ? സാമ്പിൾ സ്പേസ് പറ. ഹെഡ് ടൈല് ഹെഡ് കോമ ടൈലാണോ ഹെഡ് ടൈലാണോ പറ. ഹെഡ് കോമ ടൈൽ. കോയിൻ ടോസസ് ട്വൈസ്, 2 വട്ടം ടോസ് ചെയ്തു. അപ്പൊ എങ്ങനെ പ്രോബിലിറ്റി വരാം? ഹെഡ് ടൈല്, ടൈല് ഹെഡ്, ടൈല്. മനസ്സിലായോ? ഇങ്ങനെയാണ് സാമ്പിൾ സ്പേസ്. ഡൗട്ട് ഉണ്ടോ? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ. ഹെഡ് ടൈല് ഹെഡ്. ഞാൻ ചോദിച്ചിട്ടില്ലേ കോമ അത് നമ്മള് മിസ് പഠിപ്പിച്ചെന്ന ബ്രാക്കറ്റില് ഹെഡ് കോമ ടൈൽ അങ്ങനെ എഴുതിയോണ്ട്. അങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ എഴുതണം. ഈ ഒരു കോയിൻ ടോസ് ചെയ്താലാണ് ഇങ്ങനെ വരാം. അല്ല, അപ്പൊ ഇങ്ങനെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല, മറ്റേ ഈ ബ്രാക്കറ്റില്ല, മറ്റേ റൗണ്ട് ബ്രാക്കറ്റ്. ഇത് സെറ്റിന്റെ ബ്രാക്കറ്റാ. കേളി ബ്രാക്കറ്റ്. ഹെഡും മറ്റേ റൗണ്ട് ബ്രാക്കറ്റില് അങ്ങനെ പറ്റും. ഇതൊന്ന് അങ്ങനെ പറ്റും. അങ്ങനെയും കുഴപ്പമില്ല. എന്നിട്ട് ഇതിങ്ങനെ അല്ലേ, ഇങ്ങനെ എഴുതാം. സാമ്പിൾ സ്പേസ് എങ്ങനെയും കുഴപ്പമില്ല. അത് ഇതെങ്ങനെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് കോയിന് എത്ര ഭാഗമുണ്ട്? 1 ഉം 2. ഹെഡ് ഓർ ടൈലല്ലേ? 2n ആണ്. അപ്പൊ അതായത് ഒരു വട്ടം ടോസ് ചെയ്താൽ 2:1. 2 ഔട്ട്കംസ് വരും, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, രണ്ട് വട്ടം കോയിൻ ടോസ് ചെയ്താലോ? 2:2. 3 വട്ടം ടോസ് ചെയ്താല് 2:3. 8 ഔട്ട്കംസ് വരും കേട്ടോ. എഴുതി വെച്ചു. ഇത് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി എത്ര വരും? ഇത് എത്ര ഔട്ട്കംസ് ഉണ്ട്? 1, 2, 3, 4. അടിയിൽ 4. പിന്നെ എത്ര ഹെഡ് ഉണ്ട്? 2 ഹെഡ് വരണം. ഫസ്റ്റ് ടോസ് ചെയ്തിട്ട് ഹെഡ് വരണം, പിന്നെ രണ്ടാമത്തെ ടോസിൽ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി. ഇതിന്റെ
ഇത് ഡിവൈഡ് ചെയ്താൽ ഇത്ര വരും. അത് അങ്ങനെ എടുക്കണോ? 0.1/4 എന്ന് ഇട്ടാ പോരാ? ഇങ്ങനെ ഇട്ടാലും മതി. 25% ഈ പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായ? 25% ബോത്ത് ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട് 2 കോയിൻ ടോസ് ചെയ്താൽ. മനസ്സിലായോ? ശതമാനം പറയുമ്പോ ഈ 1/4 എന്നെല്ലാം പറയുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പെർസെന്റേജ് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതിനാ നിങ്ങൾ എടുക്കേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഇങ്ങനെ എഴുതാത്ത നിങ്ങൾക്ക് മാർക്ക്. ഇനി അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഇതർത്ഥം എന്താ? ഒന്ന് ഹെഡായ ഒന്നെങ്കിലും ഒരു ഹെഡെങ്കിലും വരണോ? അപ്പൊ എത്ര ഉണ്ടാവും? 2/4 1/2. അതെങ്ങനെ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് അല്ലേ? 2 എണ്ണം ഇല്ലേ? 1 2 3 എണ്ണം ഇല്ലേ? ഓക്കെ. 3/4. അത് 75%. അപ്പൊ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾ വളച്ചൊടിച്ച് ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഇതെല്ലാം +1 എന്ന് പഠിക്കുന്ന. അപ്പൊ ഈ സാമ്പിൾ സ്പേസ് എഴുതാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സംഭവം എഴുതാൻ കഴിയും, പ്രോബിലിറ്റി എഴുതാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഔട്ട്കം സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതാൻ പറ്റും. കോയിൻ ടോസസ് പ്രൈസ്. ഏതാണ് സാമ്പിൾ സ്പേസ്? പറയാൻ പറ്റുമോ? ഹെഡ് 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 ടെയില് ഹെഡ് ടെയില് ഹെഡ് ടെയില് 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 ടെയില്. അത് പിന്നെ പറയാ. ഫസ്റ്റ് ഹെഡിന്റെ ഭാഗം മാത്രം പൂർത്തിയാക്കാം. ഹെഡ് ടെയില് ഹെഡ് ഇങ്ങനെ ഇത് പോലെ 4 എണ്ണായില്ലേ? ടോട്ടൽ എത്ര വരും? 8 വരണം. ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്താ ടെയില് 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 പിന്നെ ടെയില് 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 ഹെഡ് പിന്നെ ടെയില് ഹെഡ് ഹെഡ് പിന്നെ ടെയില് ഹെഡ് ടെയില്. ഇത്രയുണ്ട് ഔട്ട്കംസ് കിട്ടില്ല. ഈ ഔട്ട്കംസ് കിട്ടിക്കാൻ നിങ്ങൾക്ക് മറ്റേ പ്രോബിലിറ്റി സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത സമയം കളയുന്നില്ല കേട്ടാ. നിങ്ങൾ ടെക്സ്റ്റില് എക്സസൈസില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ചെയ്തോ. കിട്ടാത്ത ചോദിക്കട്ടാ. സാമ്പിൾ സ്പേസ് ചെയ്താൽ പറ്റിയാണ്. ഇനി ഡൈ ടോസ് ചെയ്തെന്തെല്ലാം ഔട്ട്കംസ് വരാം? Write the sample space. അറിയില്ലേ കാര്യം? ഔട്ട്കംസ് പറയാം. 1, 2, 3, 4, 5, 6. Sample space. ഇത് വന്നിട്ട് write the what is the probability getting prime number. What is the chances of getting 3/6 less than 5? Probability of getting prime number എത്ര?
അടിയിൽ 6 ആയിരിക്കൂലേ? ആ പിന്നെ പ്രൈം എത്ര ഉണ്ട്? സ്റ്റാർട്ടിങ് പറ. 3 ഉണ്ടല്ലോ. ഏതല്ലോ പ്രൈം നമ്പർ എന്താണ്? 2 3 5. 2, 3, 5. 3/6. അതായത് 1/2. 50% പ്രൈം നമ്പർ കിട്ടും കേട്ടോ. പിന്നെ അടുത്ത് ലെസ് ദാൻ 5 ആണെങ്കിലോ? 4/6. എത്ര? 4/6. ഇതിൽത്തുനിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണേ. ആ അടുത്ത ക്വസ്റ്റ്യൻ ഡൈ ടോസ്. ഡൈക്ക് എത്ര ഇതുണ്ട്? 6 phase. 6n ആണ്. ഒരു വട്ടം ടോസ് ചെയ്താൽ 6 ആണ്. ആ 2 വട്ടം ടോസ് ചെയ്താൽ 6². 6. 36 ഔട്ട്കംസ് വരും. ഇങ്ങനെ നോക്കണ്ട കേട്ടോ. ആ ഓ 1,1 പറ. 1,2 1,3 1,4 1,5 1,6 2,1 2,2. 6 വരും. കംപ്ലീറ്റ് ആക്കി ആക്കിയിട്ട് പറയാട്ടോ. ആ ആ the question, what is the probability of getting sum is less than 11. കണ്ടുപിടിക്കാൻ സം എന്ന് വെച്ചാൽ മനസ്സിലായോ? ആ പ്ലസ് ചെയ്ത് ഇത് രണ്ട് പേഴ്സ് ജോഡികളായിട്ട് കിട്ടിയ അപ്പൊ ഈ രണ്ട് കൂട്ടുകൾ 4 കിട്ടുന്ന ഇത് നോക്കാന്, പിന്നെ ലെസ് ദാൻ 11 കിട്ടുന്ന നോക്കാം. പെട്ടെന്ന് ചെയ്യോ? ആ ഒരു മിനിറ്റ്. 1 2 അപ്പൊ ഇവിടെ 3 എണ്ണ ചെയ്താണോ കേട്ടോ ഇവിടെ സൈഡിൽ ഇത്ര ഉണ്ട്. 3/36. വസ്തുത്തിൽ ഇതിൽ എത്ര വരും? 3/36. ഇത് വരും 132231. വേറെ വരൂല ഇല്ല 3/36 അതായത് 1/12. ലെസ് ദാൻ 11 ആകുമ്പോ എത്ര എണ്ണം വരും?
അത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. മൂന്നല്ലേ? പിന്നെ നമ്മൾ എഴുതി 5 6 6 5 6 6 ഓക്കെ 11 കൂട്ടോ? 11 കൂട്ടൂലേ? ഇല്ല 11 കിട്ടൂല. അപ്പൊ ഒന്നാ വരും. 6 ആ ഇവിടെ നോക്കിക്കോ, ഇവിടെ 1/36. ഇനി അടുത്ത സാമ്പിൾ സ്പേസ് ആണ്. നിങ്ങൾ ഡെക്ക് ഓഫ് കാർഡ് കിട്ടില്ല. ആ കാർഡ്സ് എത്ര ഉണ്ട് ടോട്ടൽ കാർഡ്സ്? 42 52. 52 കാർഡ്സ് ഉണ്ട് ഡെക്ക് ഓഫ് കാർഡ്സ് കേട്ടോ. ആ അതില് സ്പെയ്ഡ് ഉണ്ട്, ക്ലബ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ഓക്കെ. ആ ഇതിൽ ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ജാക്ക് ഉണ്ടാവും, ഒരു ഏസ് ഉണ്ടാവും. 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. 2, 3, 4, 10 നമ്പേഴ്സ്. ഇത് എത്ര ആ ടോട്ടൽ കാർഡ്സ് കിട്ടും? 1 2 3 4 ആയി. 4 പ്ലസ് ഇത് എത്ര ഉണ്ട്? 14 13 കാർഡ്സ് ഉണ്ട്. 2 മുതൽ സ്റ്റാർട്ട്. ആ അപ്പൊ എത്ര ഉണ്ടാവും? 13 13. അപ്പൊ സ്പെയ്ഡ് എത്ര? സ്പെയ്ഡ് 13 കാർഡ്സ്. ഓക്കെ. ആ അപ്പൊ ക്ലബോ 13 13 13 13 13 ട്ടാ. ഇതറിയാം. ആ ജാക്ക്, അനീസ്, 10 numbers, 13 cards. ഇങ്ങനെയാണ് 52 കിട്ടുന്നത്. ഇത് എത്ര? 13 പ്ലസ് 13 പ്ലസ് 13 പ്ലസ് 13 ആ 26 52 കിട്ടും കേട്ടോ. ഈ സ്പേഡും ക്ലബും ബ്ലാക്ക് കാർഡ്സ് ആണ്. ബ്ലാക്ക് കളറാണ്. ആ ഇതെന്തായിരിക്കും അപ്പൊ? റെഡ് റെഡ് കാർഡ്സ്. അപ്പൊ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കാർഡ്സ് എന്ന് വെച്ചാൽ എന്ത് ചെയ്താ? 26/52 അങ്ങനെ ആയിരിക്കും. What is the probability of red cards? പിന്നെ അടുത്ത വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഏസ് കാർഡ് എത്ര വരും? is 4/52 4/52. What is the probability of getting മൂന്നാമത്തെ ഏസ് കാർഡ്? ഈ രണ്ടും ഇത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞു.48/52 ഫസ്റ്റത്തെ എന്താ? റെഡ് കാർഡിന്റെ എന്താ? റെഡ് കാർഡിന്റെ 26/52 നിങ്ങൾ എഴുതിയിട്ടില്ലേ? ആ അതായത് 1/2 അല്ലേ? ആ ഏസ് കാർഡ് ആകുമ്പോൾ ഏസ് കാർഡ് ആകുമ്പോൾ 4/52 1/13 അല്ലേ?
ആ നോട്ട് ഈസ്റ്റ് വരുമ്പോ എന്താ 48/52 ആ മൈനസ് 4/52 48 അല്ലേ ആ ഇത്ര കഴിഞ്ഞാ ആ ഇത്രയും മെയിൻ ആയിട്ട് നമ്മൾ സിലബസ് ഉള്ളു. ഇനി ഇതിന്റെ പുതിയ ടോപ്പിക്കാണ് +2 പഠിക്കുന്നത്. ഇതെല്ലാം +1 പഠിച്ചതാണ് ഓൾറെഡി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ആ ഇത് സെറ്റിൽ പഠിച്ചതാണ്. പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്താ പറയാ, പി ഓഫ് എ പ്ലസ് പി എഫ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ. പി ഇന്റർസെക്ഷൻ അതിന്റെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര വരും? പി ഓഫ് എ പി എഫ് എ പ്ലസ് പി എഫ് ബി മൈനസ് പി എഫ് എ യൂണിയൻ ഇത് എന്താ, ടു ഇവന്റ്സ് ആണ്. എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ്. രണ്ട് ഇവന്റ് രണ്ട് പരിപാടി നടന്നു കഴിഞ്ഞാൽ എയും ബി. ടെക്സ്റ്റിൽ ഇ ആൻഡ് എഫ് എടുക്കുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇ യൂണിയൻ എഫ് എന്ന് വെച്ചാൽ ഇ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് അങ്ങനെ ആക്കിയത്. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഒന്നിനെ കണ്ടീഷണൽ ആയിട്ട് ചെയ്യുന്നത് പി ഓഫ് ഇ ഗിവൺ എഫ് എന്താ പറ, ഇ ഗിവൺ എഫ് നോ പി ഓഫ് സോറി എ ബി എന്ന് എഴുതല്ലേ. പി ഓഫ് എ ഗിവൺ ബി എന്ന് വെച്ചാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി ഗിവൺ എ ആണെങ്കിലോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ. ഇത് എങ്ങനെ വായിക്കുക? എ ഗിവൺ ബി. ബേസ് തിയറം അല്ലേ, തിയറം പ്രോബബിലിറ്റി എപ്പോ എന്തായിരിക്കും? റേഞ്ച് പറയാൻ പറ്റും പ്രോബബിലിറ്റിന്റെ? സീറോന്റെയും വണ്ണിന്റെയും ഇടക്കാണ് പ്രോബബിലിറ്റി ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളെ ആൻസർ 22/10 ആണെങ്കിൽ 2.2 ആയി. നമ്മളെ ആൻസർ 2 ആണ് മനസ്സിലാക്കണം. ന്യൂമറേറ്റർ കൂടി ഡിനോമിനേറ്റർ കുറഞ്ഞാൽ നമ്മളെ ആൻസർ തെറ്റാണ്. ഓക്കെ, പ്രോബബിലിറ്റിന്റെ വാല്യൂ 0 മുതൽ 1 വരെ 0.25 ആൻസർ കറക്റ്റ് ആണോ? ഇല്ല, 0നും 1ന്റെ ഇടയ്ക്കല്ലേ 0.25, കറക്റ്റ് അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഏടെ വന്നാലും നമ്മളെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. 1ന്റെ മേലെ പോയി 1.1 എന്താ 0 മൈനസ് ആയി പോയി. മൈനസ് ആയ പ്രോബബിലിറ്റി ഇത് പെർസെന്റേജ് നമുക്ക് പറയാം. പ്രോബബിലിറ്റിന്റെ റേഞ്ച് 0ന്റെയും 1ന്റെ ഇടയ്ക്ക്. ഇനി ആൻഡ് എന്ന് വെച്ചാൽ എന്താ? ചിലപ്പോ ആൻഡ് എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചാല് യൂണിയൻ. അപ്പോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നായിരിക്കും. ടു മ്യൂച്വലി പരസ്പര ബന്ധമില്ലാത്ത ഇവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അന്നേരം നമ്മളെ ഇക്വേഷൻ ഇല്ലേ പി ഓഫ് അതിൽ എ ഇന്റർസെക്ഷൻ ബി 0 ആയി പോട്ടാ.
മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എല്ലാ ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇതെഴുതിക്കോ. ആൻഡ് എന്ന് വെച്ചാല് ഇല്ല, ഒരു മിനിറ്റ്. അത് ഇത് മ്യൂച്വലി ഇൻക്ലൂസീവ് എന്നിട്ട് എങ്ങനെയാന്ന്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയി പോകും. രണ്ടും എയും ബിയും പരസ്പരം ബന്ധമില്ലാത്ത ഇവന്റ് ആയിരിക്കും. മനസ്സിലായ? അപ്പൊ ഇന്റർസെക്ഷനിൽ ഒന്നും ഉണ്ടാവില്ല, എലമെന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി 0 ആകുമ്പോ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമ്മുടെ നേരത്തെ മുകളിലത്തെ ഇക്വേഷൻ ഇല്ലേ, ചിലപ്പോ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. ക്വസ്റ്റനില് ചിലപ്പോ പരസ്പര ബന്ധമില്ലാത്ത തരും. റെഡ് കളർ എടുത്ത് മറ്റേത് ബി ഇതെടുത്ത് എന്ന് പറയും. നമ്മളിത് ചിന്തിക്കണം. ഒന്നും കൂടി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിലോ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താവും അറിയാം? പി ഓഫ് എ ഇൻറ്റു ഇത്രയാണ്. പി ഓഫ് എ പ്ലസ് പി ഓഫ് നോട്ട് എ എന്തായിരിക്കും? 1 ആണ്. മനസ്സിലായോ? ഇത് കോംപ്ലിമെന്റ്, പി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1. ഇത് നടക്കുന്ന പ്രോബബിലിറ്റി, നടക്കാത്ത പ്രോബബിലിറ്റി, അത് രണ്ട് കൂട്ടുന്ന ടോട്ടൽ എന്തായിരിക്കും? 1 കിട്ടണം. അപ്പൊ പി ഓഫ് എ തരും ക്വസ്റ്റനില്, ഒരു മാർക്കിന് ചോദിക്കലുണ്ട്. പി ഓഫ് ഈ ക്വസ്റ്റനിൽ തരും. അതിന്റെ പി ഓഫ് എ ഈ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. 1 മൈനസ് ചെയ്താൽ മതി. MCQ ആയിട്ട് ചോദിക്കോട്ടെ. P of A equal to 7/13. P of B is equal to 9/13. P of A intersection B equal to 4/13. Evaluate P of A given B and P of B given B.
family has P of ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ? ഒന്നാമത്തെ 4/9 ഫസ്റ്റത്തെ. P of A given B. A given B എന്ന് വെച്ചാൽ P of A intersection B divided by P of B അല്ലേ? P of B. 9/13 divided by P of B. 9/13. രണ്ടാമത്തെ 4/7. P of A given എത്ര? P of A 4/7. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഫാമിലി സാമ്പിൾ സ്പേസ് ചെയ്താൻ പറ്റുമോ? സാമ്പിൾ സ്പേസ് പറ. ബോയ് 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 ഗേൾ ബോയ് ഗേൾ ഗേൾ. പിന്നെ ഗേൾ ഗേൾ
എന്നിട്ട് രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻ. അതല്ല നമ്മള് എം ബി എടുക്കാം. ക്വസ്റ്റ്യൻ എഴുതിനാ ഒന്നാമത്തെ എന്താ പറയുന്നത്? What is the probability that both the children are boy? ബോയ്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ബോത്ത് ബോയ് വരുന്ന പ്രോബിലിറ്റി. രണ്ടാമത്തെ പി എന്താ എടുക്കാം? At least one. അപ്പൊ പി ഓഫ് എ ഈവൻ ബി ആണ് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലായോ? At least both of them are boys. At least of them is boy. At least of them is boy. അപ്പൊ രണ്ടിപ്പോ A for B. അപ്പൊ ഇത് പി ഓഫ് എ എത്ര വരും? 2. അല്ല ബോത്ത് ബോയ് 1. 1/4 അല്ലേ? 1/4. പി ഓഫ് ബി എത്ര വരും? 2/4. 3/4 അല്ല 3/4. 3/4 അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കും ഈ പി ഓഫ് എ ഗിവൺ ബി എന്ന് വെച്ചാൽ എന്താ? P of A intersection B divided by P of B. P of B നമുക്ക് ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഔട്ട്കംസ് എഴുതേണ്ടി വരും. ഓക്കെ, ഔട്ട്കംസ് എഴുതേണ്ടി വരും. അപ്പൊ എത്ര? പി ഓഫ് എ എന്ന് വെച്ചാൽ 1/4 എന്ന് വെച്ചാൽ പി ഓഫ് ബി എത്ര? Girl boy 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 girl. അല്ലേ? അപ്പൊ ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം. 1/4 അല്ലേ? അതായത് നമ്മൾ എക്ക് 1 ബി എത്ര വരും? 1/4 divided by 3/4 but 1/3. ഓക്കെ അല്ലേ? ഇത് കണ്ടീഷൻ ഇട്ടത് മനസ്സിലാവും. അതേപോലത്തെ എൻട്രൻസ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ഈസ് പാസിംഗ് ദ എൻട്രൻസ് എക്സാം പ്രോബബിലിറ്റി. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻസിആർടി. അതൊന്നും ചെയ്ത് നോക്കാം. മെയിനായിട്ട് ഈ ക്വസ്റ്റ്യനാ ചോദിക്കല്. ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക അങ്ങനത്തെ ചോദിക്കല്. സെന്റൻസ് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട് സംടൈംസ്. നമുക്കിപ്പോ ഈസിയർ ചെയ്ത് നോക്കാം. ഈ കാർഡിന്റെ ചിലപ്പോ ഡെക്ക് മറ്റേ 52 കാർഡ്സ് ആയിരിക്കൂല. ചിലപ്പോ ഓറന്നെ പുതിയ കാർഡിന്റെ ഇത് കൊണ്ടുവരും. അപ്പൊ ഓർ പറഞ്ഞ ഫെയർ കാർഡ് എന്നെല്ലാം പറയുമ്പോ വേറെ ഇതായിരിക്കോട്ടാ. ഈ പി ഓഫ് എഫ് ഗിവൺ എഫ് എങ്ങനെയാ? എഫ് അല്ല, എഫ് ഗിവൺ എഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എഫ് ഗിവൺ ഇ ആണ് കേട്ടോ. Two by three 1/3.
ഇല്ല. ഈ given F എത്ര P of A intersection B P of F അല്ലേ? 0.2 divided by 0.3. 2/3. അടുത്തത് F given എന്താ പറയുക? അത് 1.3 അല്ല 1/3. 1.3 അടുത്ത പറ. അത് ഞാൻ ചെയ്യുന്നില്ല. P of A intersection B 0.16. P of A intersection B 0.16. P of B എത്ര? given data എന്തല്ല? P of B 0.5. ഇതെന്താ? P of B given A 0.32. 0.32. 32. ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ? അല്ലല്ല, മാറിപ്പോയി. എൻ്റെ ഞാൻ പി എഫ് ബി എടുത്ത് മാറിപ്പോയി. അത് വേറെ കണ്ടുപിടിക്കാനില്ലേ? പി എഫ് അത് ഞാൻ പി എഫ് എ എങ്ങനെയും ചെയ്യല്ലേ നമുക്ക്. 0.16. 0.256 അല്ലേ? അടുത്തെന്താ കണ്ടുപിടിക്കണ്ടേ? പി എഫ് എ ഗിവൺ ബി. A intersection B എന്തായിരുന്നു? B intersection അല്ലേ? അപ്പോ P of A intersection അല്ല 0.256. B എത്ര? 0.5. 0.512. പിന്നെന്താ ഉള്ളത്? വായിക്കാം. എ യൂണിയൻ ബി. അതെങ്ങനെ കണ്ടുപിടിക്കാം?
0.8, P of E എത്ര? 0.5, ഇന്റർസെക്ഷൻ എത്ര? 0.256. ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ഗിവൺ ഒരു സാമ്പിൾ ആയിട്ട് തരുന്നത്, അപ്പൊ അത് ചിലപ്പോൾ വണ്ണിന്റെ മേലെ വരാൻ പറ്റുള്ളൂ ശരിക്കും. പക്ഷെ കാൽക്കുലേറ്ററിൽ 0.56 ആണ്. 0.56 0.56 അല്ലല്ല 1.044. ഇതിന്റെ സൊല്യൂഷൻ നോക്കണേ. അല്ല ഞാൻ ഫോണിന്റെ കാൽക്കുലേറ്റർ. സൊല്യൂഷൻ നോക്കണം. ഇത് ചെയ്യാൻ വേണ്ടി മെത്തേഡിൽ മനസ്സിലായില്ലേ? ഇതെല്ലാം സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കണേ. വായിച്ചോ. സാമ്പിൾ സ്പേസിന്റെ എല്ലാം പറഞ്ഞു തന്നില്ലേ എത്ര പേരും. ഓക്കെ, ഒരു മണിക്കൂർ കൂടി ഇരുന്നോട്ടെ അല്ലേ? ഇത് പ്രോപ്പർട്ടി നോക്കണം. പി ഓഫ് ഇ കോംപ്ലിമെന്റ് ഗിവൺ എഫ് എങ്ങനെയാണ് പിടിക്കുക? 1 - ഈ ഇക്വേഷൻ കൂടി എഴുതി വെച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇക്വൽ ടു 1 ആണ്. 1 മൈനസ് എത്ര? പ്രോപ്പർട്ടീസിൽ എഴുതി വെച്ചിട്ടില്ലേ? നമ്മൾ ചെയ്ത് രണ്ടെണ്ണം സാമ്പിൾ. ക്വസ്റ്റ്യൻ ചെയ്യുന്നോ? ജസ്റ്റ് ഒന്ന് എഴുതി. എഴുതിയാ? ഈ ക്വസ്റ്റ്യനാ? ഇത് കാർഡ് എക്സാമ്പിൾ. ഒരു 10 കാർഡ് ഒരു ബോക്സിലിട്ട് 1 2 3 എന്ന് എഴുതിയിട്ട് മിക്സഡ് ആക്കി. ആൻഡ് 1 കാർഡ് ഈസ് റാൻഡംലി ഡ്രോൺ. ഒന്ന് വെറുതെ ഒരു സുമാർ എടുത്ത്. If it is known that the number in the random drawn card is more than 3. ഒരു കാർഡ് more than 3 ഉള്ളതും
രണ്ടാമത്തെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഈവൻ. അപ്പൊ ഫസ്റ്റ് ഇത് കണ്ടുപിടിക്കാം. ഒരു കാർഡ് എടുക്കുമ്പോ എത്ര പ്രോബിലിറ്റി വരാം? 1/2 അല്ല 1/10. 1/10. മോർ ദാൻ 3 എന്ന് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ വരാം? ഔട്ട്കംസ് ചെയ്തു 1 2 3 4 5 10 ഔട്ട്കംസ് ചെയ്ത. ഓക്കെ, എന്ന് പറഞ്ഞത് എന്ന് വെച്ചാല് എന്ത് കൊടുക്കാം നമുക്ക്? ഈവൺ നമ്പർ കൊടുക്കാം. ഒന്ന് മോർ ദാൻ 3 കൊടുക്കാം. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ഓഫ് എ ഗിവൺ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാം. പിന്നെ സാധാരണ ഇട്ട് കൊടുത്താൽ മതി, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മോർ ദാൻ 3 കിട്ടേണ്ട പ്രോബിലിറ്റി എത്ര വരും? മോർ ദാൻ 3 ഉണ്ട്. 4 5 6 7 8 9 10. അതടുത്ത് 7/10. 7/10. ഓക്കെ. ഈവൻ നമ്പർ കിട്ടേണ്ട 5/10. 5/10. ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ട് ചെയ്യണേ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് അധികം ചോദിക്കുന്നേ ന്യൂസ് കോൾ. ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. സെറ്റ് രൂപത്തിലും ചെയ്യാം, വെൻ ഡയഗ്രം എല്ലാം വരച്ചിട്ടും ചെയ്യാം, ആണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. വെൻ ഡയഗ്രം അറിയോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച. ഇന്ന സ്കൂൾ there are 1000 students, out of which 430 are girls. അപ്പൊ 430 ഗേൾസ് ആണ്. It is known, അത് അറിയാം, that out of 430. ഓക്കെ, അതിന് 10% ഗേൾസ് സ്റ്റഡി ഇൻ ക്ലാസ് 12. അപ്പൊ ഈ 430 10% എത്ര വരും? 430 അല്ല 43 സ്റ്റുഡൻസ്. മനസ്സിലായില്ല?
what is the probability that a student choose randomly studying in class 12 given? അപ്പൊ ഇവിടെ given വന്നില്ലേ? അപ്പൊ ഈ സെന്റൻസ് ഒരു ഇത് കൊടുക്കാം. എന്നിട്ട് given മറ്റേതെന്താ ഗേളാണ് പ്രോബിലിറ്റി. ചെയ്യാൻ പറ്റുമോ നോക്കിയാ? നിങ്ങൾക്ക് യു എഫ് തന്നെ കൊടുക്കണമെന്നില്ല. എ ബി സി ഏത് നമ്പർ വേണമെങ്കിൽ കൊടുക്കട്ടെ. ഇവന്റ് വേറെ യു എഫ് ആണ് ഇവന്റ് ആയിട്ട് കണക്കൂട്ടുന്നത്. എഴുതിയാ? ഇത് 430 divided by 1000. ക്ലാസ് 12 ഗേൾസ് ലിസ്റ്റ് ഇത് എത്ര വരും പ്രോബിലിറ്റി? ഇതിന്റെ 10% എടുക്ക്. ഇപ്പൊ 430 10% 43. 43 ഡിവൈഡ് ബൈ 1000 ഇരിക്കും ക്ലാസ് 12 ഗേൾ ഇത് പ്രോബിലിറ്റി. പി ഓഫ് എഫ് എന്ന് വെച്ചാൽ റാൻഡംലി ചൂസൺ സ്റ്റുഡന്റ് ഇൻ ഗേൾ. ഓക്കെ. പി ഓഫ് ഇ എന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ചൂസൺ ഇൻ ക്ലാസ് ടോട്ടൽ. പി ഓഫ് എഫ് 430 അല്ലേ അതിലുള്ള? പി ഓഫ് എഫ് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ഓഫ് എഫ്. എഫ് എന്ന് വെച്ചാൽ വെറും ഇത് എഫ് നമ്മളെന്താ ഡിഫൈൻ ചെയ്തിടാം? നിങ്ങള് യു എഫ് എടുത്ത ഇ എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കും. ഈവൻ ദാറ്റ് സ്റ്റുഡന്റ് ചൂസൺ റാൻഡംലി സ്റ്റഡി ഇൻ ക്ലാസ് 12. റാൻഡം ആയിട്ട് ക്ലാസ് 12. എഫ് എന്ന് വെച്ചാൽ ഈവൻ ദാറ്റ് റാൻഡംലി ചൂസ് സ്റ്റുഡന്റ് ഈസ് എ ഗേൾ. അത് ഗേൾ ആണല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. ഇക്വേഷൻ ഇല്ല. പി ഓഫ് എഫ് എത്ര വരും? 0.43. അത് മനസ്സിലായല്ലോ. പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് 43 അല്ലേ? 43 മനസ്സിലായില്ല എങ്ങനെയാന്ന്? 10%. 43/1000. അപ്പൊ ഇത് വരും. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇതിപ്പോ ഒരു ഡൈ 3 വട്ടം ടോസ് ചെയ്താൽ എത്ര ഔട്ട്കംസ് വരും? 6/3. എത്ര വരും? 6 × 6 36 × 6 വരും. 216 വരും കേട്ടോ. അത് ഔട്ട്കംസ് ഒന്ന് എഴുതിയിട്ട് സമയം കളയണ്ടട്ടോ. 216 അങ്ങനെ എഴുതണ്ട. അപ്പൊ നമ്മള് ചിന്തിച്ചാ മതി. ഏന്ന് വെച്ചാല് 4 ഓൺ തേർഡ് റോ. തേർഡ് റോ നമ്മൾ ചിന്തിക്കാം. തേർഡ് റോയിൽ എത്ര 4 വരും? ബി എന്ന് വെച്ചാൽ 6 ഓൺ ഫസ്റ്റ് ആൻഡ് 5 ഓൺ സെക്കൻഡ് റോ. ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കേട്ടോ. ചെയ്താൽ മതി. ഇത്ര ഹാർഡ് ആയിട്ടുള്ളൊന്നും ചോദിക്കലില്ല. ചോദിച്ചാൽ തന്നെ ചെയ്യണം. ലാസ്റ്റ് ചെയ്താൽ മതി ഇങ്ങനത്തെ കുറച്ച്. എഴുതുന്നൊരു ക്വസ്റ്റ്യൻ എഴുതുന്ന നമ്മൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് രണ്ടാമത് ചെയ്തിട്ടില്ല. ഏത് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ? നമ്മൾ ചെയ്തതിന് മുമ്പ് ചേർത്ത് മുമ്പ് മനസ്സിലായി. ഇത് ചെയ്തില്ലേ മൂന്നാമത്തെ?
ചെയ്ത്. ഇനി നാലാമത്തെ ഒന്ന് കുടിച്ച്. ഇല്ല. ക്വസ്റ്റ്യൻ ഇല്ല. ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ്. നടക്കുമോ? ഇത് ഇങ്ങനെ ആക്കിയത് ചെയ്യണ്ടല്ലേ? ഇപ്പൊ ചെയ്ത പോലെ തന്നെ. ഇന്നത്തെ എക്സ്പെരിമെന്റ് ഔട്ട്കംസ് എല്ലാം കിട്ടിയല്ല, ഔട്ട്പുട്ട് എല്ലാം കിട്ടിയില്ല. ഇന്ന് നടന്ന എക്സ്പെരിമെന്റ് ഇല്ലേ, ഫിസിക്സ്, റിസൾട്ട് എല്ലാം അടിച്ചിട്ട് ഫൈനൽ വാല്യൂസ് എല്ലാം കിട്ടിയ. കിട്ടി. 40 മാർക്ക് കിട്ടോ? വൈദ്യം കിട്ടിയില്ല. വൈദ്യൊന്നും ചോദിച്ചിട്ടില്ല. അത് ഇന്ന് സ്ക്രൂ ഗേജ് ചെയ്ത ടൈം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചില്ല. ലീസ്റ്റ് കൗണ്ടിന്റെ മറ്റേ 1 ഡിവൈഡ് 0.01 അല്ലേ? അത് ഞാൻ സ്ക്രൂ ഗേജ് ചെയ്ത ടൈം നമ്മള് വയറ് വെച്ചിട്ട് അളവെടുക്കൂലേ, ആ ടൈം മില്ലിമീറ്ററിൽ എനിക്ക് 55 ആണ് കിട്ടിയത്. ഞാൻ നേരത്തെ ലെൻസിലും ചെയ്ത ആ ഒരു ഇതില് 50.5 എടുത്ത്. എന്നിട്ട് അങ്ങനെ അത് വെച്ചിട്ട് ഫുള്ള് ചെയ്ത്. എന്നിട്ട് ഭയ്യ നമ്മളെ ക്ലാസ് നോക്കിയിട്ടെല്ലാം പറഞ്ഞു, സാറ് ടേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, താഴെയുള്ള കാൽക്കുലേഷൻ ശരിയാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തോന്നു. എന്നിട്ട് എക്സ്റ്റേണൽ കണ്ടാലും പറഞ്ഞ ഡെസിമൽ പോയിന്റ് വരൂലോ എന്നിട്ട് എന്നോട് പറഞ്ഞ്, നീ ഇങ്ങനെ ഇത് മാറ്റിക്കോ, ഡെസിമൽ വരൂല. ഞാൻ എന്തൊക്കെയോ ഫുള്ള് കുത്തിയിട്ട് ഒന്നുകൂടി എഴുതി. അല്ല, ഞാനെല്ലാം പഠിച്ചതാണ്. ബട്ട് നേരത്തെ ലെൻസിലും ചെയ്ത ഇതില് ഞാൻ പോയിന്റ് വെച്ചിട്ട് എടുത്തുപോയി. 55 എഴുതിയാ മതി. ഞാൻ 50.5 എഴുതിപ്പോയി. കെമിസ്ട്രിയിലും കഴിഞ്ഞു. സോൾട്ട് കിട്ടി. ഇല്ല. ചെയ്തു. യൂണിയൻ പി കണ്ടുപിടിക്കണം. അതൊന്ന് ഓർമ്മിച്ച് പറഞ്ഞേ.
P of A plus P of B minus equation. Equation 2 P of A equal to P of B is equal to 5/30. P of A given B is equal to 2/5. 2/5 ആ Ah. ഇത് കണ്ടുപിടിക്കേണ്ടത് ഇവാലുവേറ്റ് P of A union B. ഇതും തന്നിനി Ah. P of B എത്ര 5/30 2 P of A എത്ര 5/30 അപ്പോൾ P of A എത്ര 5/13 into 2. 5/26. നോക്കിയില്ലേ Ah. ഈസി അല്ലേ Ah. P of P of A ഇന്റർസെക്ഷൻ B യിൽ നിന്ന് കിട്ടും ഓക്കെ എത്ര P of B 5/13. P of A given B 2/5 എത്ര 5 കട്ടായ 2/13 കിട്ടും P of A ഇന്റർസെക്ഷൻ കിട്ടും ഇന്റർസെക്ഷൻ കിട്ടുകയാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ ആ 5 അങ്ങനെ കട്ട് ചെയ്താൽ മതിയില്ല ഞാൻ ആടെ വെച്ചിട്ട് പിന്നെ കാൽക്കുലേറ്റ് ഇവിടെ എത്തിനാ ആ ഇത് തന്നെ ഭയങ്കര ഭാഗ്യ എത്ര വരും 5/26 കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ കാൽക്കുലേറ്റർ ഇല്ല മേലെയുള്ള എടുക്കാൻ പറ്റും ഓക്കെ ഇത് ജസ്റ്റ് ഫൈനലി ഞാനവിടെ ഇട്ട് വെച്ചു സൗകര്യം കിട്ടുമ്പോൾ ചെയ്തു ഇത് ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അതേപോലെ ചെയ്ത് നോക്കണേ കോയിൻ ടോസ് ചോദ്യത്തിൽ കുറവാണ് സമയം ചെയ്ത് പഠിച്ചു P of A is equal to 1/12. P of B is equal to 0. P of A given B എത്ര വരും P of A is equal to 1/2. P of B is equal to 0. 0 തന്നെ നോട്ട് ഡിഫൈൻഡ് ബൈ 0 അല്ലേ വരാൻ ഇൻഫിനിറ്റി നോട്ട് ഡിഫൈൻഡ് ക്വസ്റ്റ്യൻ എഴുതിയ urn contains 10 black and 5 white balls. 2 balls are drawn from the urn, one after the other without replacement. What is the probability that both the drawn balls are black? or enter one after one without replacement.
ഇക്വേഷനിൽ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലോജിക് പരമായിട്ട് ചിന്തിച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഇപ്പോ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി ഉണ്ട്, അത് വെച്ചിട്ടും ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം? ഒരു ബോക്സ് ഉണ്ട്, ബോക്സിൽ 10 ബ്ലാക്ക് ബോൾ വെച്ച് 5 വൈറ്റ് ബോൾ വെച്ചു. 2 ബോളാണ് ഇവിടെ എടുക്കുന്നത്. ഒരു ബോൾ എടുത്ത് കഴിഞ്ഞിട്ട് റീപ്ലേസ് ചെയ്യാണ്ട് തന്നെ അടുത്ത ബോൾ കൊടുക്കുന്നു. എങ്ങനെ വരും? ബോക്സ് 10 വൈറ്റ് അല്ല 10 ബ്ലാക്ക് അല്ലേ, 5 വൈറ്റ്. അപ്പൊ ടോട്ടൽ എത്ര? 15. ഇവര് 2 ബോൾ എടുക്കുന്നു. ഫസ്റ്റത്തെ പ്രോബിലിറ്റി എത്ര ഇടും? ഇങ്ങനെ What is the probability that both the prawns are 2 ബ്ലാക്ക് വരാനുള്ള പ്രോബിലിറ്റി ചോദിക്കാം. 2/10. അങ്ങനല്ല, ഇവിടെ ഒന്ന് എടുക്കുന്നതാണെങ്കിൽ 1/15 വരും. 1/15. അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഇത് വരും എത്ര? 1/15 അല്ലേ, 9/14. ഒന്ന് കുറയും. 1/15 into 9/15. Ball, black ball in the first room, 10/15. 9/14. ബ്ലാക്ക് ബോൾ 1 വരാനുള്ള പ്രോബിലിറ്റി 1/10 അല്ലേ, 9/14 പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ ഇവിടെ പി ഓഫ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ബോൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് ബോൾ. ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആകാനാണ് പി ഓഫ് ഇ, സെക്കൻഡ് ബോൾ ബ്ലാക്ക് പി ഓഫ് എഫ്. ഓക്കെ, നമുക്ക് പി ഓഫ് ഇ എങ്ങനെ കണ്ടുപിടിക്കാം? ബ്ലാക്ക് ബോൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ, ബ്ലാക്ക് ബോൾ വരുന്നത് 10/15. അടുത്തെന്താ? എഫ് ഗിവൺ ഇ കണ്ടുപിടിക്കണം. എഫ് ഗിവൺ ഇ എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് എന്ന് വെച്ചാല് first ball is black, is occurrence. Now there is a 9 ball. 9 balls on the left, 5 white balls are in the early. I box il etrunde 5 probability that second ball is black, first ball is nothing, condition probability f given e occurrence. F given e എന്ന് വെച്ചാൽ 9/14. p of f intersection e divided by p of e ചെയ്ത് കഴിഞ്ഞാൽ 9/14 കിട്ടും. ഓക്കെ, ഇവിടെ ഈ ഇന്റർസെക്ഷൻ എഫ് ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. അല്ല, മറ്റേ പി ഓഫ് ഇന്റർസെക്ഷൻ എഫ് ഈസ് മൈ ഇക്വേഷൻ ഇല്ലേ, അതിന് പി ഓഫ് ഇ ഇൻറ്റു എഫ് ഗിവൺ ഇ ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ്. ഫസ്റ്റ് എഴുതിയ ഫസ്റ്റ് എന്താക്കണം? ഇ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബോൾ,
എഴുതി. കിട്ടിയില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ് നമ്മൾ എഴുതിയിട്ടില്ല അതിന്റെ. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആകുമ്പോൾ 2 മൾട്ടിപ്ലിക്കേഷൻ ആവും കേട്ടോ. MCQ ആയിട്ട് ചോദിക്കോട്ടാ. ഇപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യൻ എഴുതി. ഇത് വലിയ ചാപ്റ്ററാ? ഇത് വലിയ ചാപ്റ്ററാ? നിങ്ങൾക്ക് സ്കൂളിൽ നിർത്തിയില്ല? എനിക്ക് 2 സാറ്റർഡേ ആയിട്ട് ക്ലാസ് വെക്കിയത്. ഞാൻ ഫസ്റ്റ് സാറ്റർഡേ പോയിട്ടുള്ളൂ. സെക്കൻഡ് സാറ്റർഡേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അല്ല, ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാണുന്നുണ്ട്. ഈ സമ്മറി മൊത്തം പഠിക്കണേ. സമ്മറിയിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് പഠിച്ചിട്ടില്ല. ഈ ഗവൺ എഫ് ഒരു സൈഡിലേക്ക് F0 ആകാൻ പറ്റില്ല. F0 ഇൻഫിനിറ്റിയിലേക്ക് പോകും കേട്ടോ. പിന്നെ ഈ ഗവൺ എഫിന്റെ വാല്യൂ എപ്പോൾ 0-നും 1-ന്റെ ഇടയിലാണ്. അത് പ്രോബബിലിറ്റിന്റെ വാല്യൂ എപ്പോൾ 0 1-ന്റെ ഇടയിലാണ്. ഈ ഗവൺ എഫ് ആയാലും എന്തായാലും ഓക്കെ. ഇനി ഇവിടെ യൂണിയൻ ആകുമ്പോ എന്താ സംഭവം? ഈ ഈക്വേഷൻ ഇത് ആവശ്യമൊന്നും വരൂല. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചു. പിന്നെ തിയറി ഓഫ് പ്രോബബിലിറ്റി എല്ലാം എഴുതിയിട്ടില്ല. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ P of A into P of F. പിന്നെ ഈ ബേസ് തിയറി ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കേണ്ടി വരും. ബേസ് തിയറി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ അല്ല. A die is thrown. Is the event number appearing is multiple of 3. Die എത്ര വട്ടം ത്രോൺ ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കണം. എത്ര വട്ടം ത്രോൺ ചെയ്തു. ഇവിടെ ഡൈ ഒറ്റ വട്ടം. ഡൈ is thrown
ട്വൈസ് എന്ന് വെച്ചാൽ രണ്ടിന്റെ ഇത് എടുക്കണം കേട്ടാ. ഉം. അപ്പോ ഒന്നാമത്തെ എന്ന് വെച്ചാൽ ഇവന്റെ എത്ര മൾട്ടിപ്പിൾ ഓഫ് 3 എത്ര ഉണ്ട്? ഏ? മൾട്ടിപ്പിൾ ഓഫ് 3 സാമ്പിൾ സ്പേസ് എത്ര വരും? സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 അപ്പോ മൾട്ടിപ്പിൾ ഓഫ് 3 എത്ര ഉണ്ട്? 3ഉം 6ഉം. ഓക്കെ. മറ്റേ എഫ് എന്ന് പറയുന്ന ഇവന്റ് നമ്പർ അപ്പിയറിംഗ് C1. ഈവൻ നമ്പർ എത്ര? ഈവൻ നമ്പർ 2 4 6. ഓക്കെ. ഇനി മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്ക്. അല്ല എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് വെദർ E and F are independent. E and F ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോ ഫസ്റ്റ് സാമ്പിൾ സ്പേസ് ചെയ്ത് ഇത് കണ്ടുപിടിച്ച് എഫ് കണ്ടുപിടിച്ച് ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിച്ച് പി ഓഫ് എത്ര? 1/3 കിട്ടി. പി ഓഫ് എഫ് എത്ര? 1/2 കിട്ടി. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ LHSഉം RHSഉം ഈക്വൽ ആണെങ്കിൽ ഇത് ഇ ഇൻറ്റു എഫ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് ഇന്റർസെക്ഷൻ എഫ് കിട്ടുന്നുണ്ടെങ്കിൽ എന്താ? ഇൻഡിപെൻഡന്റ് ആണ്. മനസ്സിലായോ? ഇന്റർസെക്ഷൻ എഫ് എന്താ? 1/6. LHS 1/6 കിട്ടി. അതിന്റെ RHS എത്ര? പി ഓഫ് എഫ് 1/3 into 1/2 1/6. ഇൻഡിപെൻഡന്റ്. അങ്ങനെ ചോദിക്കൂട്ടോ. എഴുതിയാ? ഇതും അങ്ങനത്തെ ചെക്ക് ചെയ്യാം കേട്ടോ. In similar way, if it can be shown that the event E and F are independent. ഇങ്ങനെയാണെങ്കിൽ ഈ കോംപ്ലിമെന്റ് ആൻഡ് ഈ എഫ് ആർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും കേട്ടോ. ഉള്ളത്തെ തിയറിയാണ്. ഇത് എഴുതിയാ? ഒരു തിയറിയാണ് കേട്ടോ. ഈ ഒന്നാമത്തെ കണ്ടുപിടിച്ച ഫസ്റ്റത്തത് ഗിവന്റെ ക്വസ്റ്റ്യൻ പേര്, പിന്നെ രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ്, മൂന്നാമത്തെ ടോപ്പിക് ബയസ് തിയറി. ഈ 3 തിയറി ചോദ്യം ചോദിക്കാൻ ചാൻസ് മെയിനായിട്ട് മറ്റേ ഇതിൽ നിന്നാ ചോദിക്കല് പാർട്ടാണ്. പ്രീവിയസ് ഇയർ നോക്കിയാണ് ചിലപ്പോ 6 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രോബ്ലം പാറ്റേൺ മനസ്സിലായില്ല. ക്വസ്റ്റ്യൻ മെട്രിക്സും ഡിറ്റർമിനും കൂടുതലുണ്ടാവും. പിന്നെ വെക്ടർ 3D ഒരു 8 മാർക്കിനോളം ഉണ്ട്. 2 ഉണ്ട്. ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഒരു 8 9 10 മാർക്കിന് ചോദിക്കും കേട്ടോ.
നിങ്ങൾക്ക് എക്സാം നടന്നിട്ടില്ല മാത്സിന്റെ? ഇല്ല. ഡയറക്റ്റ് ബോർഡ് എക്സാം. ഇനി മോഡല് എപ്പാ? 17th. അപ്പൊ അതിന് നല്ല ഫുൾ മാർക്ക് വാങ്ങണേ മാത്സിന്, എല്ലാ സബ്ജക്റ്റും. ഒന്ന് 6 ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ അല്ല, ജസ്റ്റ് എ ഇന്റർസെക്ഷൻ ബി മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒന്നാമത്തത് ഓൾറെഡി എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ് പറഞ്ഞത്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ കണ്ടുപിടിക്കാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ 3/5 into 1/5 3/25. Cards are drawn at random without replacement. Pack of 52 cards. Playing cards. What is the probability of black card? 26/52. ഇത് 26/52. ഇത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ല, രണ്ട് കാർഡ് എടുത്തു. ഒരു കാർഡ് എടുത്താലാണ് 26/52 വരും. മനസ്സിലായോ? ഇത് നമ്മൾ എന്താക്കണോ, രണ്ട് ഇവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഒരു ഇവന്റ് ഒരു കാർഡ് എടുത്തത്, മറ്റേതെന്താ നമ്മളിപ്പോ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. എന്താ 25/51 വരും രണ്ടാമത് എടുക്കുമ്പോൾ, ഒന്ന് കുറഞ്ഞിട്ട് വരും. ഇത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, 26/52 into 25/51. കാരണം റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയ ആർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ചെയ്ത് നോക്കണേ. 8, 9 സ്പീഡിൽ ചെയ്താ 8, 9, 11 ഇങ്ങനത്തെ എല്ലാം എക്സാമിന് ചോദിക്കുന്നത്. എ ആൻഡ് ബി എന്നല്ല തരാ. എ അങ്ങനെ കറക്റ്റ് തരില്ല. അപ്പൊ മനസ്സിലാക്കണം എ ആൻഡ് എന്താ. ആറാമത്തെ ആൻസർ എന്താ? ഇൻഡിപെൻഡന്റ് ആണോ? സൊല്യൂഷൻ ഇല്ല. ചെക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 9/15 LHS RHS ഈക്വൽ ആവുന്നുണ്ടോ? LHS 1/5 ആണ്.
RHS 9/15. ആൻസർ തെറ്റല്ലേ? അപ്പൊ ഇൻഡിപെൻഡന്റ് നോട്ട് ഇൻഡിപെൻഡന്റ് അങ്ങനെ ഓക്കെ. ഓക്കെ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറഞ്ഞില്ല, പരസ്പരം ബന്ധമില്ലാത്ത. പിന്നെ ഇൻഡിപെൻഡന്റ് അറിയാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് പിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അറിയില്ല, ഒരിക്കൽ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പി ഓഫ് ഈ വാല്യൂസ് എഴുതിയാ പി ഓഫ് പറഞ്ഞ പി ഓഫ് എത്ര? 1/2. പിന്നെന്താ എ യൂണിയൻ ബി? 3/5. 3/5. പിന്നെ പി ഓഫ് ബി ആണ് പി എന്ന് പറഞ്ഞ ഒരു സാധനം, ഈ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ അവർ പറയുന്നുണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? എന്താ? ഇൻഡിപെൻഡന്റ്. ഫസ്റ്റ് കേസ് ഇതെടുക്കാം, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നോർമൽ ഇക്വേഷൻ എന്ത് വരും? P of A given B. P of A എത്ര വരും? 1/2. P of A plus P of B minus P of A intersection B അല്ലേ? അല്ലേ? ഇത് 0 ആണ്. P of B എത്ര? P ആണ്. P of A എത്ര? 1/2. P of A യൂണിയൻ B 3/5. അപ്പോൾ P ന്റെ വാല്യൂ കിട്ടിയില്ലേ? P of B എന്ന് വെച്ചാൽ എത്ര? 4/2. ഇൻഡിപെൻഡന്റ് ആകുമ്പോ ഇൻഡു. ആ 2/10. അടുത്ത് 11ാമത്തെ ചെയ്യും, എന്നിട്ട് നമുക്ക് നിർത്താം. പ്രോബബിലിറ്റി ട്രൈ ചെയ്യണേ, ക്വസ്റ്റ്യൻ തെറ്റിയാലും മാർക്ക് കിട്ടും. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ഇറർ വന്നാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പ്രോബബിലിറ്റി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണേ, ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ മാർക്ക് കിട്ടും. ലാസ്റ്റ് 5 മിനിറ്റ് എന്താക്കുക, ഫുള്ള് എന്താക്കുക, സമയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ നമ്പർ ചെയ്താൽ ഗിവൻ ഡാറ്റാസ് എഴുതി വെക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് വെറുതെ കിട്ടും. ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കും.
ബേസ് തിയറിന്റെ ഇക്വേഷൻ മാത്രം എടുക്കാം എന്നിട്ട് നിർത്താട്ടാ. ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനം കിട്ടും. ഫസ്റ്റ് വണ് 0.2. ഇതല്ലേ 11 അല്ലേ ഇത്? Given two independent events ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് P of A ഇന്റർസെക്ഷൻ B എന്തോ ക്യാൻസൽ ക്യാൻസൽ ആണ്. P of A 0. two independent events എന്താ? P of A intersection B 0 ആവില്ലേ? അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആകുമ്പോ രണ്ടും മൾട്ടിപ്പിൾ ആവും. അത് പറഞ്ഞില്ലേ? P of A intersection B എന്താവും? P of A തമ്മിൽ ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഓറ ആൻഡാ? ഞാൻ നേരത്തെ ആൻഡല്ലേ? അപ്പൊ P and PB. അപ്പൊ ഇതല്ല ആൻഡ് ഇതിന്റെ ആൻസർ ആണ് 0.18. ഇനി ഓർ എന്ത് വരും? ഓർ യൂണിയൻ. ഇത് വെച്ചിട്ട് ചെയ്യാം. യൂണിയൻ നേരത്തെ ഞാൻ എന്താ ഇത്താ നിനക്ക് യൂണിയൻ അല്ല ആൻഡ് യൂണിയൻ ആൻഡ് ഓക്കെ. അല്ല ഇന്റർസെക്ഷൻ ആൻഡ് ഓർ യൂണിയൻ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. നോട്ടെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാം. A and not B. P of A and not B is not B അല്ല, അപ്പൊ P of A. നോട്ട് എന്ന് വെച്ചാൽ കോംപ്ലിമെന്റ്. അപ്പൊ അതിന്റെ അടുക്കുന്ന ആൻഡാ? ആൻഡ് എന്ന് പറയുമ്പോ ഇന്റർസെക്ഷൻ. 1 minus 0. അപ്പത്തേക്ക് പറ്റുന്നതെല്ലാം കണ്ടുപിടിക്കും. P and B 1 ഉം 3 ഉം കിട്ടിയില്ലേ? നാലാമത്തെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് കോംപ്ലിമെന്റാ. നാലാമത്തെ എന്താന്ന് ക്വസ്റ്റ്യൻ? നാലാമത്തെ neither A nor B. ഓറല്ല ഏടല്ലേ? nor. ഓർ
അപ്പൊ ഇതൊന്ന് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. ഇത് പി ഓഫ് എ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. പി ഓഫ് ബി കോംപ്ലിമെന്റ് എങ്ങനെ ഒന്നാണ്. പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ 1 മൈനസ് പി ഓഫ് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയത്. ഇത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ എഴുതാം. ഇന്റർസെക്ഷൻ അല്ലേ. കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, ഡൗട്ട് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് സമയം കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. പ്രോബ്ലം അപ്പൊ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ടഫായിട്ട് ജസ്റ്റ് ഇക്വേഷൻ പ്രോബിലിറ്റി അറ്റൻഡ് ചെയ്യണം എക്സാമിന്. ഈ ക്വസ്റ്റൻ എഴുതി വെച്ചാൽ ബേസ് തിയറം എഴുതാ ഹെഡിങ് കൊടുക്ക്. എന്നിട്ട് ഈ ഫൈനലി പി ഓഫ് എ കണ്ടുപിടിക്കണമെങ്കിൽ സിഗ്മ ഐ ടു 1 ടു n എഴുതി വെക്കുക. സിഗ്മ എന്ന് വെച്ചാൽ സമ്മേഷനോ സമ്മേഷൻ. അപ്പൊ ഇത് സമ്മേത് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് അർത്ഥം. പി ഓഫ് ഇ ജെ എ ഗിവൺ ഇ ജെ എന്ന് കാണിക്കുന്നത് 1 ടു n വരെ ഇത് സമ്മേത് പോകും. മനസ്സിലായോ? ജെ 1 സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇതാ ഈ മോളിൽ കണ്ട ഈ മോളിലത്തെ ഇക്വേഷൻ ഫസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് ഒരു ബേസ് തിയറം വെച്ചിട്ട് ഒരു ബേസ് എന്ന ആള് കണ്ടുപിടിച്ച തിയറം നോക്കും. സമ്മേത് ലാസ്റ്റ് ഫൈനൽ മുകളിലത്തെ ഇക്വേഷൻ ഇതൊരു ബോക്സിലാക്കി വെക്കട്ടെ. പ്രോബ്ലം നമുക്ക് അടുത്ത മെസ്സേജ് കഴിഞ്ഞ ഏകദേശം 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അടുത്ത നമുക്ക് ചിലപ്പോൾ ഇൻവേഴ്സ് വേറെ ഏതെങ്കിലും പാഠം എടുക്കണ്ട. എഴുതിയ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നു പ്രോബിലിറ്റി? അങ്ങനെയല്ല, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്കാൻ അധികം പ്രീവിയസ് ഇയർ നോക്കിയോ ജസ്റ്റ് ആ വാല്യൂസ് എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കല് ചോദിക്കും. CBSE കാർക്കാണ് ഇങ്ങനെ ഡെഫിനിഷൻ സെന്റൻസ് വന്നിട്ട് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ.